കവിത ശാരിക. രചന സതീഷ് ചോരനാട്. സംഗീതം ആലാപനം രതീഷ് കള്ളിക്കാട്. പശ്ചാത്തല സംഗീതം ഹാഷിം തൈശ്ശേരി. ഉലകിന്റെ ഉയിരായുദിക്കുന്ന സൂര്യൻ അനിലനോടൊപ്പം രസിക്കും പ്രഭാതത്തിൽ ഏറെ പ്രതീക്ഷയോടിന്നും ഉണരുന്ന നേരത്ത് കാതിൽ വന്നെത്തി ഒരു ശോകവാർത്തയും. കാതിൽ വന്നെത്തി ഒരു ശോകവാർത്തയും. 4-5 മക്കളെ തെരുവിൽ പ്രസവിച്ച ഭ്രാന്തിയെ ഇന്നലെ രാത്രിയിൽ ചന്തയിൽ ആരോ കൊന്നുതള്ളി. തളം കെട്ടി നിൽക്കുന്ന ചോരയ്ക്കു ചുറ്റും പറക്കുന്ന ഈച്ചകൾക്കൊപ്പമായി വിങ്ങിക്കരയുന്നു മക്കളഞ്ചും. വിങ്ങിക്കരയുന്നു മക്കളഞ്ചും. ചന്തമൈതാനത്തുറങ്ങുന്ന പാവമാ ഭ്രാന്തിയെ തേടി രാവിന്റെ മറ ചൂടി ആഭാസരത്തിടും മദ്യവുമായി ബലിഷ്ഠകരങ്ങളാൽ ബന്ധിച്ചു ശുഷ്കമേനിതൻ വായിൽ തിരുകിടും ചാരായ കുപ്പിയൊരെണ്ണം. ചാരായ കുപ്പിയൊരെണ്ണം. ഒന്നും അറിയാതെയാ പാവം മയങ്ങിടും നേരത്ത് പല്ലും നഖങ്ങളും ആഴത്തിലാട്ടിയ ദേഹത്തു ദാഹം ശമിപ്പിച്ചിരുട്ടിൽ മറയുന്നു രാക്ഷസന്മാർ. മിഴിനീർ പൊഴിച്ചുകൊണ്ടോടി മറയുന്നു താരങ്ങളും. മിഴിനീർ പൊഴിച്ചുകൊണ്ടോടി മറയുന്നു താരങ്ങളും. പൊന്നും പണവുമില്ലെങ്കിൽ ഈ ദേശത്തിലാർക്കുമേ നിരവകാശികളായവർ കാണില്ല എന്നതു നഗ്ന സത്യം. ഉന്മാദ താണ്ഡവം തച്ചു തകർത്തൊരാ ദേഹത്തു കാലവും കുത്തി വരച്ചിട്ടു വാർദ്ധക്യമുദ്രകൾ. പാവമാ ശാരികയ്ക്കുണ്ടായിരുന്നൊരാ സമ്പന്ന കാലത്തെ വെട്ടി മുറിച്ചവർ ഇന്നും ഈ ദേശത്തു വാഴുന്നു മാന്യരായി. തെരുവിൽ കിടന്നവർ നീറുന്ന നേരത്ത് പോലും എരുതിയിൽ എണ്ണയൊഴിച്ചു രസിക്കുന്നു പിന്നെയും. എരുതിയിൽ എണ്ണയൊഴിച്ചു രസിക്കുന്നു പിന്നെയും. നാടിനും നാട്ടാർക്കും ഇഷ്ടഗുരുവായ ഭാസ്കരൻ മുൻഷിക്ക് മൂന്നാമതുണ്ടായി. കാർത്തിക നാളിലോരോ മനപ്പെൺകിടാവ്. പേര് വിളിച്ചിട്ടു ജാതകം നോക്കുവാൻ ആളെ വെച്ചു.
ജാതകം കുറിച്ചിട്ടു ശാസ്ത്രികൾ ഇങ്ങനെ വായിച്ചുറക്കേ, ശാസ്ത്രികൾ ഇങ്ങനെ വായിച്ചുറക്കേ. അക്ഷരവിദ്യയിൽ അച്ഛനേക്കാളും മിടുക്കിയായിടും, ക്ഷേമങ്ങളേറെ ഭവിച്ചിടും മേൽക്കുമേൽ. ദീർഘസുമംഗലി യോഗവും സന്താനഭാഗ്യവും എല്ലാം തികഞ്ഞൊരു ജാതകമാകയാൽ ദേശവും വാഴ്ത്തിടും. എല്ലാം തികഞ്ഞൊരു ജാതകമാകയാൽ ദേശവും വാഴ്ത്തിടും, ദേശവും വാഴ്ത്തിടും. കാലത്തിന്റെ ഘടികാര സൂചികൾ വേഗത്തിലങ്ങനെ ഓടിടുമ്പോൾ ഓമന പൈതലാം ശാരികയങ്ങനെ കൗമാരവും പിന്നിട്ടു. മെല്ലയ യൗവനത്തിൻ്റെ പടിവാതിലിലെത്തി നിൽക്കുന്ന പ്രായത്തിൽ ഉണ്ടായവൾക്കുമൊരു പ്രണയമാ പ്രായത്തിലെന്നതിൽ ആശ്ചര്യമില്ല. ഉണ്ടായവൾക്കുമൊരു പ്രണയമാ പ്രായത്തിലെന്നതിൽ ആശ്ചര്യമില്ല. ചേരേണ്ട ഹൃദയങ്ങൾ ഒരുമിച്ചു ചേർന്നപ്പോൾ എത്തി നാടിൻ്റെ ശാപമാം ജാതി മതത്തിൻ്റെ നാട്ടുപ്രമാണികൾ കൂട്ടമായി. കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ശാന്തനാം മുൻഷിയിൽ അതുവരെ കാണാത്ത രാക്ഷസഭാവം പെട്ടെന്നു സടകുടഞ്ഞെഴുന്നേറ്റു. തല്ലിച്ചതച്ചിട്ടു വീടിൻ്റെ ഉള്ളിൽ അടച്ചിട്ടു 10 നാൾ പാവത്തിനെ. ആരെയും കാണാതെ കണ്ണുനീർ വാർത്തവൾ പ്രിയനെ ഓർത്തു തേങ്ങി. വാശി കുറയ്ക്കാതെ തേങ്ങുന്ന മകളോടു മുൻഷിയും യാചിച്ചു നോക്കി. ലക്ഷ്യത്തിൽ നിന്നവൾ മാറാതെ വന്നപ്പോൾ മുൻഷിയും തോറ്റുപോയി, മുൻഷിയും തോറ്റുപോയി. മൂകമായി തേങ്ങും അമ്മയെ ചുംബിച്ചവൾ യാത്ര ചോദിച്ചു പറന്നകന്നു. കർമ്മസാക്ഷിയാം സൂര്യനും മിഴിപാതി കൂട്ടിയകന്നു മെല്ലെ. കാലത്തിൻ കൽപ്പന കേൾക്കാതിരിക്കുവാൻ കഴിയുമോ ഉലകിൽ? സ്വന്തമെന്നു കരുതി നാം കൊണ്ടു നടക്കുന്നതൊക്കെയും മായയല്ലോ, ഒക്കെയും മായയല്ലോ, ഒക്കെയും മായയല്ലോ. സുഹൃത്തുമായി ജീവിതം നീങ്ങിടും നാളിലൊന്നിൽ ജോലിക്കു പോകും വഴിയിലാറ്റമ്പാടിക്കൂട്ടങ്ങളോടിയെത്തി. ആളറിയാതെയാ പാവം പുരുഷന്റെ ജീവിതം തല്ലിക്കെടുത്തി. ശാരിക തന്നെ സ്വപ്നങ്ങളൊക്കെയും കെട്ടുപോയി, സ്വപ്നങ്ങളൊക്കെയും കെട്ടുപോയി, സ്വപ്നങ്ങളൊക്കെയും കെട്ടുപോയി. അന്നു മുതൽക്കൊരു ഭ്രാന്തിയായി തീർന്നൊരാ ബാക്കി ജന്മം. ഇനി എത്ര ശാരികമാരിവിടെ അലയുന്നു എന്നതറിയില്ല.
എങ്കിലും ഇനിയാരും ഇതുപോലെയാകരുതെന്നൊരു പ്രാർത്ഥന മാത്രം ഈ മനസ്സിൽ ഞാൻ ബാക്കി വയ്ക്കുന്നു. പ്രാർത്ഥന മാത്രം ബാക്കി വയ്ക്കുന്നു. പ്രാർത്ഥന മാത്രം ബാക്കി വയ്ക്കുന്നു. പ്രാർത്ഥന മാത്രം ബാക്കി വയ്ക്കുന്നു.